വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെ സംയുക്ത തെരച്ചിൽ അവസാനിപ്പിച്ച് പോലീസ് സംഘം മടങ്ങുന്നു. ദുരന്തമുണ്ടായ ആ രാത്രിയിൽ ആദ്യം രക്ഷാപ്രവർത്തനം തുടങ്ങിയത് മേപ്പാടി സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ. CPO മുതൽ ADGP വരെയുള്ളവർ പിന്നീട് മറ്റു സേനകളോടൊപ്പം ചേർന്ന് നടത്തിയത് ചരിത്രത്തിൽ എഴുതി ചേർക്കേണ്ട രക്ഷാപ്രവർത്തനം. ദീപക് ധർമ്മടത്തിൻ്റെ റിപ്പോർട്ട്. ഇന്നോളം നമ്മൾ കണ്ടിട്ടില്ലാത്ത മഹാദുരന്തം. ആ ദുരന്തമുഖത്ത് ആദ്യം നാട്ടുകാർക്ക് വേണ്ടി ഓടിയെത്തിയത് ഒരു പോലീസുകാരനാണ്. കേരള പോലീസിന്റെ CPO ജബലുർ റഹ്മാൻ. ഉരുൾപൊട്ടിയെത്തുന്ന മണ്ണിനടിയിലേക്ക് അടിപ്പെട്ടു പോകുന്ന നൂറുകണക്കിന് ആളുകളിലേക്ക് ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യവുമായി ആദ്യം എത്തുന്നവരുടെ നേതൃത്വം ഏറ്റെടുത്തത് ഈ CPO ആണ്. ഷിയാബ് പറഞ്ഞ പോലീസുകാരൻ വിളിച്ചിട്ട് അവൻ്റെ വീട് പോയി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇൻഫോം ചെയ്യുന്നത്. ഇവിടെ ചളി എന്നിട്ട് ഞങ്ങൾ അതിലെ കയറിയിട്ടാണ് അവിടെ പോകുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഇതിലെ കയറാൻ പറ്റുമോ നോക്കി. അപ്പോൾ ഇവിടെ വന്ന ടീം പറഞ്ഞ് അവിടെ ചളിയാണ് അതിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആ കാട്ടിലൂടെ പോയിട്ട് അവിടെ കുറേ ആളുകൾ കാട്ടിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ ഇങ്ങോട്ട് എടുത്തിട്ട് വന്ന് അപ്പോഴത്തേന് സാറ് എത്തി. അധികം വൈകാതെ വയനാട് SP T നാരായണൻ കുതിച്ചെത്തി ദുരന്തഭൂമിയിലേക്ക്. ഞാൻ ഏകദേശം 2:30 2:30 2:45 ഇടയ്ക്കായിട്ടാണ് എത്തുന്നത്. ഞാൻ സ്ഥലത്തെത്തുന്നപ്പോഴാണ് ഇതാണ് കാഴ്ച. ഏകദേശം ഭീകരമായ അവസ്ഥയാണ്. അതായത് നമുക്ക് ഈ ചുരൽമല ടൗൺ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മുട്ടിന് മുകളിൽ ചെളി നിൽക്കുകയാണ്. നമുക്ക് ദൂരെ നിന്ന് പാലം പോയിരിക്കുന്നത് കാണാനേ സാധിക്കൂ, ഇങ്ങോട്ട് അടുക്കാൻ സാധിക്കുന്നില്ല. തലസ്ഥാന നഗരിയിൽ നിന്നും ADGP MR അജിത് കുമാർ വയനാട്ടിലേക്ക് പുറപ്പെടും മുൻപ് തന്നെ കൂടുതൽ സേനയെ രക്ഷാപ്രവർത്തനത്തിനായി വിവിധ ജില്ലകളിൽ നിന്നും വയനാട്ടിലേക്ക് അയച്ചു. അതിൽ നിർണായക ഇടപെടൽ നടത്തിയത് SOG ആണ്. മാവോയിസ്റ്റ് ആക്രമണങ്ങളെ നേരിടാൻ വയനാടൻ മലകളിൽ കഴിയുന്ന കേരളത്തിന്റെ കമാൻഡോകളാണ് SOG കമാൻഡന്റ് തപോഷ് ബസുമിത്രയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം ഭീകരവിരുദ്ധ സേനയുടെ രക്ഷാപ്രവർത്തനത്തിന്റെ പുതിയ ചരിത്രമാണ് എഴുതിയത്. മങ്കി റോപ്പ് വെച്ചിട്ട് മുണ്ടയ്ക്ക് എത്തിയതിനു ശേഷം നമുക്ക് ഈ ലൈവായിട്ടുള്ള ആൾക്കാർ എങ്ങനെ റെസ്ക്യൂ ചെയ്യാം, അവർക്ക് എങ്ങനെ ഇവിടെ എത്തിക്കാൻ പറ്റും, അതൊക്കെ നോക്കി. ദുരന്തമുഖത്തേക്ക് പിന്നെ വിവിധ സേനകളെത്തി. NDRF, ആർമി, നേവി, എയർഫോഴ്സ് അങ്ങനെ നീളുന്നു അത്. അതോടെ പോലീസിന്റെ ഇൻസിഡന്റ് കമാൻഡർ ചുമതല IG K സേതുരാമൻ ഏറ്റെടുത്തു. പരമാവധി എല്ലാ സ്ഥലത്തും തെരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായും നമുക്ക് പറയാം, നല്ല രീതിയിൽ നമ്മൾ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ നിരവധി ജീവനുകളെ രക്ഷിക്കുകയായിരുന്നു പോലീസിന്റെ ദൗത്യം. എല്ലാ സേനയോടൊപ്പവും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ നാളുകൾ കടന്നതിന് ശേഷം പിന്നീട് തിരച്ചിലുകളായിരുന്നു. മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യന് വേണ്ടിയുള്ള തിരച്ചിൽ. സർക്കാർ വിവിധ സേനാ ഏകോപനത്തിന്റെ ചുമതലയേൽപ്പിച്ച ADGP MR അജിത് കുമാർ ദുരന്തത്തിന്റെ ആദ്യ ദിനം മുതൽ വയനാടിൽ ക്യാമ്പ് ചെയ്താണ് കാര്യങ്ങൾ നീക്കിയത്. ദുരന്തം നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ദുരന്തമുഖത്ത് ആദ്യം എത്തുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷൻകാരാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. നിങ്ങൾ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ നിങ്ങളോട് സംസാരിച്ച പോലീസുകാരൻ മിസ്സായി പോയി എന്നുള്ളതാണ് രാവിലെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അന്ന് മൊത്തം ഞങ്ങൾ മിസ്സായ പോലീസുകാരൻ അന്വേഷിച്ചെടുക്കുകയായിരുന്നു ഇയാൾ ഇവിടെ പോയി എന്നുള്ളത്. അപ്പം ആ കണ്ടീഷനിൽ ഇവിടെ വന്ന് ഒരു എക്യുപ്മെൻറ്റ്സും ഇല്ലാതെ സ്വന്തം ജീവനും പണയം വെച്ചാണ് ഇവരെല്ലാവരും ആ റെസ്ക്യൂ ഓപ്പറേഷൻസ് പങ്കെടുത്തത്. സൈന്യമുണ്ടാക്കിയ ബേലിപ്പാലത്തിൽ പോലീസ് സേനാംഗങ്ങൾ ഒരുമിച്ച് കൂടി ഓർത്തെടുത്തത് കരളുറപ്പോടെ ഒരു നാടിനെ ചേർത്തുപിടിച്ച കണ്ണീർ കഥയാണ്. അല്ല, കരുതലും കാവലുമായ അതിജീവനത്തിന്റെ വലിയ പ്രതീക്ഷയാണ്. പോലീസുകാരും മനുഷ്യരാണ്. പക്ഷേ വയനാട്ടിൽ അമാനുഷിക പ്രവർത്തനമാണ് കേരള പോലീസ് സേന കാഴ്ചവെച്ചത്. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം ദുരന്തഭൂമിയിൽ നിന്നും ദീപക് ധർമ്മടം, 24. എന്തായാലും അവിടെ ദൗത്യസേനയായി വന്ന എല്ലാവരും നാട്ടുകാരുൾപ്പെടെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അവരെയൊക്കെ തന്നെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. 2018 പ്രളയത്തിലും കോവിഡ് കാലത്തുമൊക്കെ നമ്മൾ കാണിച്ച ഒരു വീറും ആവേശവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു കമ്മിറ്റ്മെൻറ്റ്. അത് അക്ഷരാർത്ഥത്തിൽ മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ പ്രകടമായിരുന്നു. അവരെയൊക്കെ നമ്മൾ ഈ അവസരത്തിൽ സല്യൂട്ട് ചെയ്യുന്നു.